കേരളത്തിലെ ദേശീയപാതയുടെ മികവ് കൊട്ടിഘോഷിച്ച് മന്ത്രി മുഹമ്മദ് റിയാസും കേരള സർക്കാരും റീൽസ് ഇട്ട് ആഘോഷിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. എന്നാൽ കോഴിക്കോട് കുറ്റ്യാടി റോഡിൽ എരഞ്ഞിക്കൽ പാലത്തിന് സമീപം റോഡിന്റെ ഒരു വശം ഇടിഞ്ഞു വീണ് 2 ആഴ്ച പിന്നിട്ടിട്ടും നന്നാക്കാൻ യാതൊരു നടപടിയും ഉണ്ടാക്കത്തിൽ പ്രതിഷേധിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. കോഴിക്കോട് നിന്നും കുറ്റ്യാടി, ഉള്ളിയേരി, അത്തോളി എന്നീ ഭാഗങ്ങളിലേക്കുള്ള ബസ്സുകൾ ഉൾപ്പെടെ ഓരോ മിനിറ്റിലും നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡാണ് പകുതിയോളം ഇടിഞ്ഞ് അപകടാവസ്ഥയിൽ നിൽക്കുന്നത്. 200 മീറ്റർ അകലെ മാത്രം 2 സ്കൂളുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഇടിഞ്ഞ ഭാഗം ഒരു പഴയ ഫ്ലക്സ് ഷീറ്റ് കൊണ്ട് മറച്ചു വെക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. വനം മന്ത്രി AK ശശീന്ദ്രൻ്റെ മണ്ഡലത്തിൽ മനുഷ്യജീവനും വന്യജീവികളുടെ വില പോലും നൽകുന്നില്ലെന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. അമ്പലപ്പടി ടൗൺ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ തകർന്നു കിടക്കുന്ന റോഡിൽ പ്രവർത്തകർ റീത്ത് വെച്ചു. യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഋഷികേശ് അമ്പലപ്പടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ജിഷ്ണു വലിയതുരുത്തിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ സുബീഷ് വെങ്ങാലി, ശാലിഷ് അമ്പലപ്പടി, സുരേഷ് ബാബു, KSU മണ്ഡലം പ്രസിഡന്റ് വൈഷ്ണവ് എലത്തൂർ, മുഹമ്മദ് സഹീർ, അവിനാശ് തുടങ്ങിയവർ സംസാരിച്ചു.